2024 സെപ്റ്റംബർ തൊട്ട് ഇന്ന് ഏകദേശം 2025 എന്ന് പറഞ്ഞ ഒരു വർഷം അവസാനിക്കാൻ പോവാണ്. ഏകദേശം ഒരു 1.5 വർഷക്കാലം അല്ലെങ്കിൽ ഒരു 1.25 വർഷ കാലഘട്ടത്തോളം ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടുകളിലായാലും ETF-കളായാലും സ്റ്റോക്സുകളായാലും ഇൻവെസ്റ്റ് ചെയ്തവരുടെ ഒരു അനുഭവം ഓവറോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2022-23 ഇൻവെസ്റ്റ് ചെയ്ത പോലെയല്ല, ഒട്ടും വളരെ അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് അത്ര സുഖം തരുന്ന രീതിയിലുള്ള ഒരു വലിയ റിട്ടേൺ ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം നമ്മുടെ കമ്പനികളുടെ റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര കണ്ട് കഴിഞ്ഞ 2-3 ക്വാർട്ടറുകളിൽ ഒരു മികച്ച റിസൾട്ട് അല്ല കമ്പനികൾ പുറത്തുവിട്ടത്. അപ്പോൾ ഈ മികച്ച റിസൾട്ടുകൾ വരാതാവുമ്പോൾ കമ്പനികളുടെ വളർച്ചയാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എപ്പോഴും ലാഭം കിട്ടുന്നത്. അപ്പം കമ്പനികൾക്ക് കാര്യമായ വളർച്ച ഇല്ലെങ്കിൽ അതിൻ്റെ ഷെയറുകളുടെ പ്രൈസ് കൂടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് റിട്ടേണും കിട്ടാതെ വരും. ഒട്ടും റിട്ടേൺ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം നിഫ്റ്റി 50 അതായത് എസ്പെഷ്യലി ലാർജ് ക്യാപ്പ് സെഗ്മെൻറ്റിലുള്ള നിഫ്റ്റി 50 നല്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിനേക്കാളും റിട്ടേൺസ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു മാർക്കറ്റ് ഒരു വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമോ മോശമായി പെർഫോം ചെയ്തതുകൊണ്ട് വരും വർഷങ്ങളിൽ ആ മാർക്കറ്റ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാനാണ് ചാൻസ്. അതാണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എപ്പോഴും നമുക്ക് കാണിച്ചിരുന്നത്. 2014 കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇന്ത്യ ആയിരുന്നു റാങ്ക് 1 പെർഫോമൻസ് നൽകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, 24% റിട്ടേൺ ഇന്ത്യയുടെ നിഫ്റ്റി 50 ഇൻഡെക്സ് കൊടുത്തു. 2015 വന്നപ്പോഴേക്കും, ഞാനിവിടെ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നു, 2015 വന്നപ്പോഴേക്കും ജപ്പാൻ മാർക്കറ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്ത മാർക്കറ്റ് എന്ന് പറയുന്നത്, ജപ്പാൻ മാർക്കറ്റ്. എന്നാൽ അത് മാത്രമാണോ? ജപ്പാൻ മാർക്കറ്റ് 10% റിട്ടേൺ കൊടുത്തു. 2016 വന്നപ്പോൾ കനേഡിയൻ മാർക്കറ്റ് 29%, അത് കഴിഞ്ഞ് ചൈന 62%. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ US മാർക്കറ്റ്, മറ്റു മാർക്കറ്റിനെ അപേക്ഷിച്ച് US മാർക്കറ്റ് ഒരു ക്രൈസിസ് വന്ന സമയമായിരുന്നു 2018, -10% റിട്ടേൺ കൊടുത്തു. ബാക്കി എല്ലാ മാർക്കറ്റും അതിനേക്കാൾ താഴെയാണ്. ഏറ്റവും നോക്കിക്കഴിഞ്ഞാൽ ചൈന -28 കൊടുത്തു. എന്നാൽ ഇങ്ങനെ ഓരോ വർഷം പോകുന്ന സമയത്ത് വീണ്ടും US വരുന്നു, വീണ്ടും സൗത്ത് കൊറിയ വരുന്നു, വീണ്ടും US, വീണ്ടും കാനഡ, വീണ്ടും ഇന്ത്യ, വീണ്ടും ചൈന. അപ്പൊ ഈ റാങ്ക് നമ്പർ 1 എന്ന് പറയുന്ന പൊസിഷനിൽ ഒരിക്കലും ഒരു രാജ്യം സ്ഥായിയായിട്ട് നിലനിൽക്കുന്നില്ല എന്നർത്ഥം. രാജ്യങ്ങൾ മാറി വരുന്നു. ആ ഓരോ രാജ്യങ്ങളായിരിക്കും ഓരോ സമയത്ത് പെർഫോമൻസ് കാണിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്താലുള്ള പ്രോബ്ലം എന്താണ്? ആ രാജ്യം എല്ലാ സമയത്തും നമ്പർ 1 അല്ല. ചില സമയത്ത് നമ്പർ 1 ആകും, ചില സമയത്ത് ഇതിൽ കാണിക്കുന്ന പോലെ റാങ്ക് 7 ആകും, നമ്പർ 7 ആകും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ പൊതുവെ ഇന്ത്യയിൽ ഇരിക്കുന്നവരാണെങ്കിലും നമ്മൾ ഇന്ത്യയിൽ ജനിച്ചതാണെങ്കിലും നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ കറൻസിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനോട് നമുക്ക് അറിയാതെ ഒരു താല്പര്യം എന്തായാലും ഉണ്ടാവും. പക്ഷേ നമ്മൾ കാര്യങ്ങൾ കുറച്ചും കൂടി ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരിക്കലും ഇന്ത്യയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ മറ്റ് രാജ്യങ്ങളിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പം കഴിഞ്ഞ വർഷം 2025 നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചൈനീസ് മാർക്കറ്റാണ് ഏറ്റവും വലിയ റിട്ടേൺ കൊടുത്തിട്ടുള്ള ഒരു മാർക്കറ്റ്. ചൈനീസ് മാർക്കറ്റിനോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റും ഓൾമോസ്റ്റ് ഒരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മാർക്കറ്റും ഒരിക്കലും ഒരു സമയത്തും ഏറ്റവും മികച്ച, ഇപ്പം ഈ വർഷം ചൈന കൊടുക്കുന്നു, അതേപോലെ US കൊടുക്കുന്നു, എന്നാൽ അടുത്ത വർഷം ചൈനയും US ഇതേപോലെ റിട്ടേൺ തരുമോ? ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ചെയ്യണം. ഒരു കൺട്രിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ എല്ലാ കൺട്രികളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അത് എത്ര ചെറുതായാലും, ഇപ്പം നിങ്ങളൊരു 10,000 രൂപക്ക് ആണ് നിങ്ങൾക്കൊരു മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ പോലും അത് മറ്റ് രാജ്യങ്ങളിലോട്ടും കൂടി അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഓവറോൾ റിട്ടേൺ നമുക്കൊരു 12-15% വരെ എടുക്കാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ പറയും ലാർജ് ക്യാപ്പ് എന്നും മിഡ് ക്യാപ്പ് എന്നും സ്മാൾ ക്യാപ്പ് എന്നും. ഇങ്ങനെ പറയുന്നതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആണ് നാളെ നമുക്ക് പറയാൻ പറ്റണം, എനിക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, എനിക്ക് ചൈനയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, എനിക്ക് തായ്വാനിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, US ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ നമുക്ക് പറ്റണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ
ശരി, നമുക്കറിയാം ഇപ്പോൾ ഒരു 3 മാർക്കറ്റ് കണ്ടീഷൻസ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇന്ത്യ, ചൈന, അമേരിക്ക, ഒരുപാട് മാർക്കറ്റുകളുണ്ട്. തായ്വാൻ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ഫിലിപ്പൈൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ ബേസിക് ആയിട്ട് 3 കാര്യം എടുക്കുന്നു. പക്ഷെ ഏത് മാർക്കറ്റിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുന്നു, ഞാനിപ്പോൾ ഏത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം? അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, നിങ്ങൾ ഇതിൻ്റെ വാല്യുവേഷൻ, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, കറണ്ട് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് വളരെ അട്രാക്റ്റീവ് വാല്യുവേഷനിൽ ഇരിക്കുന്ന മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം. ഒരു ഗ്ലോബൽ മാപ്പാണ് ഈ കാണുന്നത്. ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം 5 കാര്യങ്ങൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഹൈലി ഓവർ വാല്യൂഡ് ആയിട്ടുള്ള കൺട്രി ഏതാണെന്നും അത് തൊട്ട് ഹൈലി അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കൺട്രിയിലോട്ട് വരുന്നു. അങ്ങനെ 5 സെക്ഷൻസ് ആണ് ഇതിനകത്ത് മാർക്ക് ചെയ്തത്. ഹൈലി ഓവർ വാല്യൂഡ് റെഡ് കളറിൽ കാണാൻ പറ്റും, ഹൈലി അണ്ടർ വാല്യൂഡ് ഗ്രീൻ കളറിലും കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയുടെ മേലെ ജസ്റ്റ് ഞാനൊന്ന് ടച്ച് ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ വാല്യുവേഷൻ സ്കോർ 70 ആണ്. വാല്യുവേഷൻ സ്കോർ കൂടുന്തോറും എന്ത് സംഭവിക്കും? അണ്ടർ വാല്യൂഡ് ആയിട്ട് മാറും. അണ്ടർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയുടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നിൽക്കുന്നത് 22 എന്ന് പറഞ്ഞ വാല്യൂലാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർട്ട് പ്രകാരം ലിറ്റിൽ ഓവർ വാല്യൂഡ് ആണ്. ഇത്രയും കറക്ഷൻസ് വന്നിട്ടും ഇന്ത്യ സ്റ്റിൽ ഒരു ഓവർ വാല്യൂഡ് ആണ് എന്നർത്ഥം. എന്നാൽ ഇനി നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കൺട്രി നോക്കാം. ഇതാണ് അടുത്ത കൺട്രി, ചൈന. ചൈനയിൽ നോക്കിക്കഴിഞ്ഞാൽ വാല്യുവേഷൻ സ്കോർ ഇന്ത്യനേക്കാളും കുറച്ച് കൂടുതലാണ്. അപ്പം കമ്പാരറ്റീവ്ലി ചൈന 17.7 ഉള്ളൂ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. അതായത് ഇന്ത്യനേക്കാളും ഇപ്പോഴും ഇൻവെസ്റ്റ്മെന്റിന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം ഇപ്പോഴും ചൈന തന്നെയാണ്. നമുക്കറിയാം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെയിലി ഇന്ത്യയിൽ നിന്ന് വിട്ടുമാറുന്നു. പ്രധാന കാരണം ഇത് തന്നെ. ഇനി നമുക്ക് അടുത്ത കൺട്രി നോക്കാം. അടുത്ത കൺട്രി US, അമേരിക്ക. അമേരിക്കയുടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നിൽക്കുന്നത് 25.4 ആണ്. അതായത് വാല്യുവേഷൻ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ വാല്യുവേഷൻ സ്കോർ 70 ആണ്. അമേരിക്കയുടെ വാല്യുവേഷൻ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റുന്നത് 70 ആണ്. അപ്പൊ അമേരിക്കയുടെ വാല്യുവേഷൻ സ്കോർ 70, ഇന്ത്യയുടെ വാല്യുവേഷൻ സ്കോറും 70. എന്നാൽ അമേരിക്കയുടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 25.5 ആണ്. ഇന്ത്യയുടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 22 ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ കൂടിയതുകൊണ്ട് ഓവർ വാല്യുവേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ മീഡിയം PE, മീഡിയം ആവറേജിനേക്കാളും എവിടെ നിൽക്കുന്നു എന്നുള്ളത് നോക്കും. അപ്പോൾ വളരെ സാധാരണക്കാരായ ആളുകൾ, നമ്മളെ പോലത്തെ റീറ്റെയിലേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് രാജ്യമാണ് ഓവർ വാല്യൂഡ്, ഏത് രാജ്യമാണ് അണ്ടർ വാല്യൂഡ് എന്നാണ് ഈ വേൾഡ് മാപ്പിൽ നമ്മൾ കാണിച്ചു വച്ചിരിക്കുന്നത്. വാല്യുവേഷനെ കുറിക്കുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ, എൻ്റെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ മെമ്പർ ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഇത് ഓർക്കുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നായിട്ട് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ നവംബർ ആദ്യം ഒക്ടോബർ അവസാന സമയത്തായിരുന്നു ഇങ്ങനൊരു പോസ്റ്റ് ഞാൻ ഇട്ടത്. അതായത് മാർക്കറ്റിൽ സെക്ടർ റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ഏത് സെക്ടറിനാണ് ഇപ്പം നിൽക്കുന്നത്, ഞാൻ ഇവിടെ ഈ സെക്ടറിൽ പറയുന്ന കംപ്ലീറ്റ് കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ബാങ്കിങ് സ്പേസ് ഈസ് അട്രാക്റ്റീവ് എന്നിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബാങ്കിങ് സ്പേസ്, ഈ ബാങ്കിങ് സ്പേസിലുള്ള പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. ക്രെഡിറ്റ് ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. ഫിനാൻഷ്യൽ ഇയർ 25 26 പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഫിനാൻഷ്യൽ ഇയർ 26 ഔട്ട്ലുക്ക് ഞാൻ ഇതിനകത്ത് വളരെ ഷോർട്ടായിട്ട് എഴുതുന്നു, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എഴുതിയിട്ടില്ല. എന്നാൽ ഇത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. എന്നാൽ എന്താണ് വാല്യുവേഷൻ എന്നും ഈ വാല്യുവേഷൻ വഴിയാണ് മാർക്കറ്റിൽ സെക്ടർ റൊട്ടേഷൻസ് സംഭവിക്കുന്നതെന്നും ഇങ്ങനത്തെ വാല്യുവേഷൻ കുറഞ്ഞ സെക്ടറുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ റിട്ടേൺ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മളിവിടെ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. എന്നാൽ കറക്റ്റായിട്ട് വാല്യൂ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് എന്താണ് എന്നാണ് ഈ പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലിടുന്ന പോസ്റ്റുകൾക്ക് നിങ്ങൾക്കുള്ള അറിവുകൾ നേടാനായിട്ട് പറ്റും എന്നുള്ളതാണ്.
ഇനിയാണ് ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഏകദേശം ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്ക് ആ പോസ്റ്റിൽ ഉണ്ടത്തിന് ഒരു മാസം മുന്നെയാണ് ഞാൻ ആ ബാങ്കിങ് സ്പേസ് അട്രാക്റ്റീവ് എന്ന് പറയാൻ കാരണം പ്യൂർലി ഞാൻ അതിൻ്റെ വാല്യുവേഷനെ കുറിച്ചിട്ടും അതിൻ്റെ ക്രെഡിറ്റ് ഗ്രോത്ത് റേറ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ ഫോർകാസ്റ്റിനെ കുറിച്ചിട്ടുമാണ് ആ പോസ്റ്റിൽ പറഞ്ഞത്. ഏകദേശം അവിടെ തൊട്ടിട്ട് അതായത് ആ ഒരു നവംബർ ഫസ്റ്റ് വീക്കിൽ തൊട്ട് ഓൾമോസ്റ്റ് ഈ പോയിന്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ തൊട്ടിട്ട് നമുക്കൊരു മാസീവ് റാലിയാണ് ബാങ്കിങ് സ്പേസിൽ കണ്ടത്. ഏകദേശം 55,000 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്ന് ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഡിസംബർ 11 ഇത് ക്ലോസ് ചെയ്തിരിക്കുന്ന അപ്രോക്സിമേറ്റ്ലി 59,000 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഒരു വാല്യുവേഷൻ മനസ്സിലാക്കി ആ വാല്യുവേഷനിൽ ഒരു ബ്രേക്ക് ഔട്ട് വരാൻ ചാൻസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിങ് സ്പേസിനെ ഫോളോ ചെയ്യുന്ന ETF-കളിലും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഇപ്പം നമ്മളൊരു 3 മാസം ഹാർഡ്ലി 3 മാസം എന്ന് പറയാൻ പറ്റില്ല, നവംബർ ആദ്യത്തിൽ തുടങ്ങി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നവംബർ ഡിസംബർ ഏകദേശം 2 മാസം കൊണ്ട് നമുക്കൊരു മാസീവ് റിട്ടേൺ ഉണ്ടാക്കി. നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതേപോലെ PSU ബാങ്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഇത് ഈ പറയുന്ന കാര്യം പെട്ടെന്ന് നിങ്ങളെ സ്റ്റോക്കുകൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇതിൻ്റെ ETF-കളോ ഇതിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളോ നിങ്ങൾ ഈ പോയിന്റിൽ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചേഞ്ച് എന്താണെന്നും കൂടി മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വാല്യുവേഷൻ മനസ്സിലാക്കണം, സെക്ടറിൽ വാല്യൂ റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കി കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് സിമ്പിളായിട്ട്, നമ്മൾ വലിയ ലോജിക്കും വലിയ കാര്യങ്ങളൊന്നും അപ്ലൈ ആണ്. ജസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇതിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഇപ്പം ബാങ്ക് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 മാസം കൊണ്ട് തന്നെ വളരെ വലിയൊരു ടേൺ ഓവർ നമ്മുടെ അല്ലെങ്കിൽ വളരെ വലിയൊരു പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ പോയിന്റ് ഗ്ലോബലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ വാല്യുവേഷൻ എവിടെയാണോ കുറഞ്ഞിരിക്കുന്നത് അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. 2 മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന് IBKR എന്ന് പറയും, ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ് വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുപക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ് ഇന്ററാക്റ്റീവ് ബ്രോക്കർ എന്ന് പറയുന്നത്. വേറെ ഒരു സെക്കൻഡ് മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ടുകൾ വഴിയും നമുക്ക് ഇന്റർനാഷണലി ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും എന്താണ് ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സിൽ വർക്കാവുന്നത്, എന്താണ് മ്യൂച്വൽ ഫണ്ടിൽ വർക്കാവുന്നത് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സിനെ കഴിഞ്ഞ് ഞാൻ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇതൊരു പ്രൊമോഷണൽ വീഡിയോയും അല്ല. ഇതിൽ ഞാൻ പറയാൻ പോകുന്ന മ്യൂച്വൽ ഫണ്ടുകൾ കമ്പനികളിലൊന്നും എനിക്ക് പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് അതുമായി അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അല്ല, പ്യൂർലി ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് ഇത് എന്താണെന്നും ഇതിൽ ഏതാണ് നമുക്ക് ബെറ്റർ എന്നും ഡിസൈഡ് ചെയ്യാൻ ഈ വീഡിയോ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇന്റർനാഷണലിൽ ഇൻവെസ്റ്റ് ചെയ്യണം? അത് IBKR പ്ലാറ്റ്ഫോം ആയാലും മ്യൂച്വൽ ഫണ്ട് ആയി കഴിഞ്ഞാലും ഒറ്റ ആൻസറേ ഉള്ളൂ, ഈ US ഡോളറിന് അല്ലെങ്കിൽ യൂറോ കറൻസിക്കൊക്കെ വരുന്ന അപ്രിസിയേഷനും നമ്മുടെ ഇന്ത്യൻ മണിക്ക് വരുന്ന ഡിപ്രിസിയേഷനും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ $1 വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ എടുത്ത സ്ക്രീൻഷോട്ടാണത്. ഏകദേശം 90.750 ആണ് $1 ഇപ്പോഴത്തെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഏകദേശം 90 രൂപ നമുക്ക് റഫായിട്ട് പറയാം, 91 അടുത്തോട്ട് പോകുന്നുണ്ട്. പക്ഷേ 2011 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും 62 രൂപ ഉണ്ടായിരുന്ന സാധനം ഇന്ന് 90 രൂപയായിട്ട് മാറി. അതായത് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ, ഇത്രയും കാലയളവിൽ എടുത്തു കഴിഞ്ഞാൽ $1 എതിരെ ഇന്ത്യൻ റുപ്പി 4% ഏകദേശം വീണുകൊണ്ടിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ ഡോളർ നമ്മൾ വെറുതെ എടുത്ത് സൂക്ഷിച്ചാൽ പോലും, നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ പോലും നമുക്ക് 4% റിട്ടേൺ കിട്ടും. അപ്പൊ നമ്മൾ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു 10% റിട്ടേൺ തരികയും ഈ ഡോളർ ഒരു 4% റിട്ടേൺ തരികയും ചെയ്താൽ, നാളെ നമ്മളത് ഇന്ത്യൻ റുപ്പി ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് 10+4 14% നമുക്ക് റിട്ടേൺ കിട്ടും. അതുകൊണ്ടാണ് ഈ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഇനി എന്താണ് ഈ ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ്? ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് ബ്രോക്കർ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകളും ETF-കളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എന്നാൽ ഇന്ററാക്റ്റീവ് ബ്രോക്കർ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ബ്രോക്കറാണ്. അവർ ഫോളോ ചെയ്യുന്നത് എന്താണെന്നല്ല, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവർ NYC
നാസ്ഡാക്ക്, LSE, എക്സ്ട്രാ എന്ന് പറയുന്ന യൂറോപ്യൻ റീജിയനിലുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പം ഇങ്ങനത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ വാങ്ങിക്കുന്നതാണ് ഇങ്ങനത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ETF മ്യൂച്വൽ ഫണ്ടുകളൊക്കെ അതേപോലെ തന്നെ സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കാനാണ് ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള മ്യൂച്വൽ ഫണ്ടും ETF ഇതിലൂടെ വാങ്ങിക്കാൻ പറ്റില്ല. ഇത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ETF മ്യൂച്വൽ ഫണ്ടും നമുക്ക് ഇതുവഴി വാങ്ങിക്കാം എന്നുള്ളതാണ്. ഇനി ഗ്ലോബൽ കറൻസി USD, യൂറോ, GMP സപ്പോർട്ട്. സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അമേരിക്കയിലാണെങ്കിൽ നിങ്ങൾ ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ETFകൾ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ $US വെച്ച് വാങ്ങിക്കാം. ഇനി നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ മെജോറിറ്റി യൂറോപ്പിലെ ഒരു മേജർ കറൻസിയാണ് യൂറോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ യൂറോപ്പിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യൂറോ കറൻസി തന്നെ S&P 500, നാസ്ഡാക്ക് 100 ഒക്കെ പോലത്തെ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ETF യൂറോപ്പിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് യൂറോ തന്നെ ഈ സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കും. അമേരിക്കയിലുള്ളവർക്കും അല്ലെങ്കിൽ ഡോളറിൽ ചെയ്യുന്ന ആളുകൾക്കും ഡോളറിൽ വാങ്ങാനും വിൽക്കാനും പറ്റും. ഇനി ഒരുപാട് പേര് ഒരുപക്ഷെ ഗൾഫിലുള്ളവരായിരിക്കും. അവിടെ നമ്മൾ ദിർഹത്തിലും റിയാലിലൊക്കെ ആയിരിക്കും നമ്മളെ കറൻസി ഉണ്ടാവുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ദിർഹം നമ്മൾ ഇതിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ററാക്റ്റീവ് ബ്രോക്കറിന്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ദിർഹത്തിനെയോ റിയാലിനെയോ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? $US ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു റിയാലിന് ഇത്ര ഡോളർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അങ്ങനെ ഡോളറാക്കി കൺവേർട്ട് കഴിഞ്ഞതിന് ശേഷം ഇതേ സംഭവമാണ് ഇന്ത്യയിൽ നിൽക്കുന്ന ആൾക്കും. നമ്മൾ ഇന്ത്യൻ റുപ്പി അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കറസ്പോണ്ടിങ് ഡോളറാക്കാൻ വേണ്ടി പറ്റും. ബാങ്ക് വഴി ചെയ്യുന്ന പോലെയല്ല, ബാങ്ക് വഴി നമുക്ക് ഇതിൻ്റെ കൺവേർഷൻ ചെയ്യാം, പക്ഷെ അവിടെ ചാർജസ് കൂടുതലായിരിക്കും. ഇതുവഴി വരുമ്പോൾ കമ്പാരറ്റീവ്ലി ബാങ്കിനെ അപേക്ഷിക്കുമ്പോൾ ചാർജസ് കുറവാണ്. അപ്പോൾ ഈ ഫോറക്സ് കൺവേർഷൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യൂറോ ഉള്ളവർക്ക് യൂറോ യൂസ് ചെയ്യാം, USD ഉള്ളവർക്ക് USD യൂസ് ചെയ്യാം. അല്ലാത്തവരാണ് ഈ കൺവേർഷൻ ചെയ്യേണ്ടത്. കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഡോളറിൽ കിട്ടും. അങ്ങനെ ഡോളറിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സിൽ പോയിട്ട് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റോക്കുകളോ ETFകളോ ഒക്കെ നമുക്ക് ഇതുവഴി വാങ്ങിക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നാസ്ഡാക്ക് 100 എന്ന് പറയുന്ന നമ്മുടെ ഇൻഡെക്സ്. ഈ നാസ്ഡാക്ക് 100 എന്ന് പറയുന്ന ഈ ഇൻഡെക്സ് QQQ എന്ന് പറയുന്ന US-ലുള്ള ഇൻവെസ്കോ QQQ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ETF ആണ്. ഈ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ ദുബായിലാണ്, നിങ്ങൾ ദിർഹത്തിലാണ്, ദിർഹം ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ USD ആയി മാറും. അപ്പോൾ ഒരു ദിർഹത്തിന് ഇത്ര USD എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഈ ETF വാങ്ങിക്കാം. അപ്പോൾ നിങ്ങളുടെ ETF നിങ്ങൾ വാങ്ങിക്കുന്നത് $. നിങ്ങൾ നാളെ വിൽക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? $. കിട്ടും. ഇനി അടുത്ത പോയിന്റ്, നിങ്ങളിപ്പം ഗൾഫിലെല്ലാം നിർത്തി നിങ്ങൾ നാട്ടിലോട്ട് പോയി എന്ന് വിചാരിക്കുക. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇന്ത്യൻ ബാങ്കിലോട്ട് ആ ഡോളറിനെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. ഇന്ത്യൻ അക്കൗണ്ടിലോട്ട് ഇന്ത്യൻ റുപ്പി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ററാക്റ്റീവ് ബ്രോക്കർ എന്ന് പറയുന്ന ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. പക്ഷേ ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ് ഞാൻ പേഴ്സണലി അത് വളരെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ട്രില്യൺസ് ഓഫ് $. കൈകാര്യം ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ബ്രോക്കർ ഇവിടെ എടുത്ത് പറയാനുള്ള കാരണം. ഇതുപോലുള്ള ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും. വളരെ പുതിയതായിട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് ബ്രോക്കേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പൊതുവെ എപ്പോഴും നോക്കുന്നത് വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സുകളും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ബ്രോക്കറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്ത് പറയാൻ കാരണം. ഇനിയിപ്പോൾ നിങ്ങൾ S&P 500 ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ SPDR 500 ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ETF നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് $. നിങ്ങൾ യൂറോപ്പിലല്ലാത്ത ഒരാൾ നോക്കുന്നത് എപ്പോഴും $ലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. എന്നാൽ നിങ്ങൾ യൂറോപ്പിലാണെങ്കിൽ EQQ എന്ന് പറഞ്ഞ ETF ഉണ്ട്. അതേപോലെ CSPX എന്ന് പറഞ്ഞിട്ടുള്ള ETF-കളും ഉണ്ട്. ഇപ്പൊ ഗൾഫിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ $ലുള്ള QQQ ഇൻവെസ്കോ QQQ ട്രസ്റ്റ് എന്ന് പറയുന്ന ETF-കളും SPDR S&P 500 ETF ട്രസ്റ്റ് ആണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ETF-കൾ. ജസ്റ്റ് ഈ രണ്ടെണ്ണത്തിൻ്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊരു ബൈ കോൾ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ.
അപ്പോൾ നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്ക് വെറും 2000 രൂപ ഉണ്ടെങ്കിൽ പോലും, 2000 പോട്ടെ, വെറും 1000 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിൽ US ഡോളറുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ സിമ്പിളാണ്, ഒട്ടും ടഫായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കാനും പഠിക്കാനും ഒരു അല്പം താല്പര്യം കാണിച്ചാൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി അടുത്ത ഓപ്ഷൻസ്, ചില ആളുകൾക്ക് ഇതിൻ്റെ ഈ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ KYC, ഈ കൺവേർഷൻ, ഇതൊന്നും അറിയാത്ത ആളുകളും നമുക്ക് ഒപ്പം ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളവർക്കും ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെയുള്ളവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ചെറിയ ലിസ്റ്റാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ മോത്തിലാൽ ഓസ്വാലിനെ നാസ്ഡാക്ക് 100 അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ S&P 500 അതും അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എഡിൽവൈസ് ഗ്രേറ്റർ ചൈന ഇക്വിറ്റി ഫണ്ട്, ഇതായിരുന്നു കഴിഞ്ഞ വർഷം വളരെ വലിയൊരു റിട്ടേൺ കൊടുത്ത ഫണ്ട്. ചൈന, തായ്വാൻ, ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള അതിൻ്റെ ആ കൺട്രീസിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇനി തായ്വാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ മ്യൂച്വൽ ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യ തായ്വാൻ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ICICI പ്രൊഡൻഷ്യലിന്റെ US ബ്ലൂ ചിപ്പ് ഫണ്ട്, US-ലുള്ള ബ്ലൂ ചിപ്പ് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ PGM ഇന്ത്യ ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ട്. ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ടിന്റെ ഒരു പ്രത്യേകത, കമ്പാരിറ്റീവ്ലി അത് റിസ്ക് കുറവാണ്. കാരണം അത് ഒരു കൺട്രിയിൽ മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം അതിൽ US ഉണ്ടായിരിക്കും, ചൈന ഉണ്ടായിരിക്കും, ഫിലിപ്പൈൻസ് ഉണ്ടായിരിക്കും, കാനഡ ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരുപാട് കൺട്രികളിൽ അത് കുറച്ച് മിക്സ് ആയിട്ടായിരിക്കും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ IBKR വഴി നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതുവഴി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ. അതുമല്ലെങ്കിൽ അത് അറിയാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകൾ വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ മ്യൂച്വൽ ഫണ്ട് ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ടാണ് എനിക്ക് ഒരു അഭിപ്രായമില്ല. കാരണം ഇതിനേക്കാൾ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ നമ്മുടെ ലിസ്റ്റുകളിൽ ഉണ്ട്. അത് ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായാലും US-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായാലും എല്ലാം ഉണ്ട്. പക്ഷേ ചില മ്യൂച്വൽ ഫണ്ടുകൾക്ക് അല്ലെങ്കിൽ ചില ETF-കൾക്കൊക്കെ, ETF-നില്ല, മ്യൂച്വൽ ഫണ്ടുകൾക്കൊക്കെ പൊതുവെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും സെബി ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂഷൻ മനസ്സിലാക്കിയിട്ട് ഏത് കൺട്രിയാന്നുള്ളതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അമേരിക്കൻ മാർക്കറ്റ് കൂടുതൽ റിട്ടേൺ തരുന്നു, അതുകൊണ്ട് എല്ലാ പൈസയും അമേരിക്കയിലോട്ട് ഇടരുത്. കഴിഞ്ഞ വർഷം ചൈന കുറേ റിട്ടേൺ കൊടുത്തു, ഗോൾഡ് കുറേ റിട്ടേൺ, അതുകൊണ്ട് എല്ലാം ഗോൾഡിലോട്ട്. അങ്ങനെയല്ല, പ്രോപ്പർ ആയിട്ടുള്ള അസറ്റ് അലോക്കേഷൻ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ 1000 രൂപ ഉണ്ടെങ്കിൽ പോലും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു വൈഡായിട്ട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ മറ്റ് കൺട്രികളിലോട്ടും ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല. കാരണം നമ്മൾ ഒരു രാജ്യത്തിനെ മാത്രമല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ലോകത്തുള്ള ഒരുവിധപ്പെട്ട എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള രാജ്യങ്ങളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുകൊണ്ടും സേഫ് ആയിരിക്കും. നമുക്കൊരു നെഗറ്റീവ് റിട്ടേൺ വരാനോ ഇനിയിപ്പോൾ ഒരു ക്രൈസിസ്, ഒരു രാജ്യത്തൊരു ക്രൈസിസ് വന്നാൽ പോലും നമുക്കവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഗ്ലോബലായിട്ട് എപ്പോഴും ഒരൊറ്റ വളരെ ചുരുങ്ങിയ ചിന്താഗതി വിട്ടിട്ട് ഒന്ന് വൈഡായിട്ട് എല്ലാവരും ആലോചിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ ഗ്ലോബലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അതുവഴി നമുക്ക് നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ അടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അതിന് വാട്സപ്പ് സപ്പോർട്ടും നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വരും ആഴ്ചകളിൽ മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.